ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഗ്രില്ലഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗ്രില്ലും ഓവനും ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് ഈ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ചിക്കന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തന്നെ നിന്നതായിരുന്നു. എന്നാൽ ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഗ്രില്ല് ചെയ്യാൻ ടൈമിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. എന്നാലും ഗ്രില്ലും ഓവനും ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ലഡ് ചിക്കന് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തുടം വെളുത്തുള്ളി, 10 പച്ചമുളക് ഇവ ഒരു മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ പാത്രത്തിലാണ് ചിക്കൻ മാരിനേഷൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ലെമൺ ജ്യൂസും അതുപോലെ സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കഴുകിയെടുത്ത ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഞാനിപ്പോൾ സ്കിന്നില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കുക. 2 ചിക്കന് 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഓരോ ചിക്കനിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ്റെ ആ പീസിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ ചിക്കനിലും നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കൂടുതൽ സമയം വെക്കും തോറും അത്രയും ചിക്കന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ മൊത്തം 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്കൂർ ഫ്രിഡ്ജിലും അതുപോലെ ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ അതിന് ശേഷം പുറത്തും എടുത്തു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാൻ ടൈമിൽ നമുക്ക് കിട്ടിയ 8ൻ്റെ പണി എന്താണെന്ന് പറയാം. നമ്മൾ ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ മുറ്റത്താണല്ലോ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് കനൽ തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നതായിരുന്നു. പക്ഷേ ഈ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാൻ ടൈമിൽ ശക്തമായ കാറ്റും മഴയായിരുന്നു. അത് കാരണം നമുക്ക് മുറ്റത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെയുള്ള ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് 5 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രില്ലഡ് ചിക്കൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത്
അടച്ചു വെക്കണം. അടിവശം നന്നായിട്ട് കുക്കായി വരുമ്പോഴാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അടിവശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മസാല തയ്യാറാക്കുന്ന ടൈമിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഓയിലിൽ തന്നെ ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. കണ്ടോ, അടിവശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റ് നേരം നമുക്ക് മറ്റേ വശവും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ ഓയിൽ ഇതിൽ ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത പോലെ തന്നെ കിട്ടണം. ആ രീതിക്ക് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ സ്മോക്കി ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്മോക്കി ടെക്സ്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വീണ്ടും ഞാൻ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വശം വെച്ച് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് അതുപോലെ ഒരു 15 മിനിറ്റ് നേരം മറുവശവും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ചിക്കന് 7 8 പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ മസാലയൊക്കെ അകത്ത് പിടിക്കുകയുള്ളൂ. അതിനുശേഷം മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യണം. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചിക്കനും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് തിരിച്ചിട്ടിട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും തന്നെ ഓയിലില്ലാതെ വേണം കോരി മാറ്റാൻ വേണ്ടിയിട്ട്. മുഴുവൻ ചിക്കനും ഇതുപോലെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ പാന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത ഫ്രൈ പാന് വീണ്ടും അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് മുഴുവനും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്കൊരു സ്മോക്കി ടെക്സ്ചർ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് 2 കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും. ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് മൂടാം. ഒട്ടും തന്നെ പുക പുറത്ത് പോകാത്ത വിധത്തിൽ മൂടി വെക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് ഗ്രില്ഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റും അതുപോലെ അതേ സ്മെല്ലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗ്രില്ഡ് ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ടയും മയോണൈസുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈസി ആയിട്ട് എങ്ങനെ പൊറോട്ട തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓൾ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു.